നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഒരു വീക്ഷണം അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം. എന്തൊക്കെയാണ് വീക്ഷണമെന്ന് പറയുമ്പോൾ, നമ്മുടെ ചാനലുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഞാൻ വീക്ഷിക്കുന്നത്. ശരിക്കും ഒരു പേയ്മെൻറ്റ് സർവേ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനലുകൾ കണ്ടുപിടിച്ച മാർഗം, സിറ്റിംഗ് MLAമാരൊക്കെ LDFൻ്റെ സിറ്റിംഗ് MLAമാരൊക്കെ എങ്ങനെയാണ്, അവരെക്കുറിച്ചുള്ള ഒരു ആളുകളുടെ വീക്ഷണം എങ്ങനെയാണ് എന്നാണ് ആദ്യത്തെ സർവേ ആയിരുന്നു. അത് തന്നെ ഒരു വലിയ പറ്റിപ്പായിരുന്നു. ശരിക്കും ഞാനും അത് ഏറെക്കുറെ വിശ്വസിച്ചതാണ്. സിറ്റിംഗ് MLAമാരൊക്കെ പെർഫെക്റ്റാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകളൊക്കെ ജനം തള്ളി സിറ്റിംഗ് MLAമാരുടെ പുറകിൽ പോവുകയും സിറ്റിംഗ് MLAമാരുടെ പെർഫോമൻസ് ഒരുവിധം നല്ലതായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യുകയും അങ്ങനെ വീണ്ടും പിണറായി വിജയൻ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ LDF 2ാം സ്ഥാനത്തോ വരും എന്ന തരത്തിലുള്ള സർവേയാണ് നമ്മുടെ ഏറെക്കുറെ ചാനലുകളൊക്കെ പകർത്തി എഴുതിയതോ എങ്ങനെയായാലും പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ സർവേ മുഴുവനും തെറ്റാണ് അഥവാ പെയ്ഡാണ് എന്ന് പറയാവുന്ന തരത്തിലാണ് എൻ്റെ വീക്ഷണങ്ങൾ. ആ വീക്ഷണം നിങ്ങൾ യോജിക്കണമെന്നില്ല, എന്നാലും എനിക്കെൻ്റെ വീക്ഷണം പറയാമല്ലോ. ഞാൻ ഈ വീഡിയോയുടെ ആ വീക്ഷണമാണ് നിങ്ങളോട് പറയുന്നത്. പ്രധാനമായിട്ടും ഞാൻ അതിന് അനുബന്ധമായി സ്വീകരിച്ചത് ചെറിയ ചെറിയ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, അവരൊക്കെ അവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഓരോ സർവേ ഇട്ടിട്ടുണ്ട്. എന്താണ് ആ സർവേ എന്ന് പറയുമ്പോൾ, അവിടുത്തെ സ്ഥാനാർത്ഥികൾ എങ്ങനെ, ആ സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നവരാര്, LDFനെയാണോ UDFനെയാണോ BJP ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കുറച്ച് സർവേകളാണ് അവരിട്ടിട്ടുണ്ടായിരുന്നത്. ആ സർവേ എന്ന് പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ കൂടെ ആളുകൾ വോട്ട് ചെയ്ത് അവർ ഓരോരുത്തരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സർവേ. ഞാൻ വളരെ കാലമായിട്ട്, വളരെ ദിവസങ്ങളായിട്ട് തന്നെ ആ തരത്തിലുള്ള സർവേകൾ വീക്ഷിക്കുമ്പോൾ ഏറെക്കുറെ 98% സർവേകളിലും പറയുന്നത് LDF 3ാം സ്ഥാനം പോകുമെന്നാണ്. ഓരോ സ്ഥലത്തുമുള്ള അവിടുത്തെ ആളുകളായിരിക്കണമല്ലോ മിക്കവാറും അത് സർവേയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ കൊച്ചു കൊച്ചു ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വേറെ അട്ടിമറിക്കോ അങ്ങനെയൊന്നും സാധ്യതയുമില്ല. പിന്നെ ചാനലുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നടത്തുന്ന സർവേ ഇന്നത്തെ കാലത്ത് ഫോണിൽ കൂടെ വിളിച്ചോ അല്ലെങ്കിൽ മൈക്കുമായി പോയോ, ഒരാളിന് ക്യാമറയും മൈക്കുമൊക്കെ ആയിപ്പോയോ ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയാൻ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജനങ്ങൾ തയ്യാറാവുന്നില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, അത് മുഴുവൻ ജനങ്ങൾ കാണുകയാണ്. നാളെ അവർ പറയുന്ന ആളുകൾ ഭരണത്തിൽ വന്നെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിത്തീരും എന്നുള്ള ഭയവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവരത് പറയില്ല. പക്ഷേ ഈ കൊച്ചു കൊച്ചു ചാനലുകൾ അതാത് മേഖലകളിലെ അതാത് നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന സർവേയിൽ ശരിക്കും വിശ്വസനീയമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ വിശ്വസിക്കുകയും അതുമായി താരതമ്യപ്പെടുത്തി ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ LDF 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വളരെ ദയനീയമായി ഭൂരിപക്ഷം മന്ത്രിമാരും തോറ്റുപോവുകയും അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ LDF ചെന്നെത്തുകയും CPM എന്നുള്ള പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ തന്നെ ഇതോടെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എൻ്റെ ഒരു വീക്ഷണം ചെന്നെത്തുന്നത്. അത് ഒരുപക്ഷെ CPMന് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തും ചെയ്ത് ഭരണം നിലനിർത്താനുള്ള ശ്രമം നടക്കുകയാണ്. അതിനൊക്കെ ഈ ചാനലുകാർക്ക് അവർ നല്ലപോലെ പൈസ കൊടുക്കുന്നുണ്ട്, മറ്റു പലത്തിലുള്ള സഹായം ചെയ്യുന്നുണ്ട്, അഥവാ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പല സർക്കാർ പരസ്യങ്ങളും ഇതിനു മുമ്പ് കൊടുത്തൊക്കെ അവർ പലരെയും പ്രീതിപ്പെടുത്താൻ നോക്കി. അവരൊക്കെ ഇപ്പോഴും LDFനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളെ 24 ചാനൽ പോലുള്ള ചാനൽ, അതുപോലെ തന്നെ ബിഗ് ചാനൽ, അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീക്ഷണം ഇതാണ്. നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ ഉണ്ടോ